2012 തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ആക്ടറാണ്. ഇന്ന് സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഹോട്ട് സീറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അഭിനയിച്ച എല്ലാ ഫിലിമും ഹിറ്റ്, ദ വൺ ആൻഡ് ഓൺലി. Hi, I am Biju Menon on Star Jam. വെൽക്കം ടു ദി ഷോ. Thank you. 2012 ബിജു മേനന് വേണ്ടി എഴുതിയ വർഷമാണോ? സക്സസ് ഫിലിംസിന്റെ ഭാഗമാകാൻ കഴിയാന്ന് പറയില്ലേ. ഞാനിപ്പോ 10-18 വർഷമായി ഇൻഡസ്ട്രിയിൽ. പക്ഷെ ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് പല രീതിയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയമുണ്ടാവും നമുക്കൊരു ബ്രേക്ക് ഉണ്ടാവാനായിട്ട്. അപ്പൊ ആ രീതിയിൽ എനിക്കൊരു കൊമേഴ്സ്യൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേരിക്കൊണ്ട കുഞ്ഞാട് എന്റെ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത ഫിലിമാണ്. പിന്നെ നെക്സ്റ്റ് ഇറങ്ങിയ മൂവി സീനിയേഴ്സ് ആയിരുന്നു, പിന്നെ ഓർഡിനറി ആയിരുന്നു. റൈറ്റ് നൗ യു ആർ ബാക്ക് വിത്ത് ചേട്ടായിസ്. ആൻഡ് ബിജു മേനനെ ചേട്ടായി എന്ന് വിളിക്കുന്ന ആരൊക്കെയുണ്ട് ഇൻഡസ്ട്രിയിൽ? കൊച്ചു പിള്ളേര്, നമ്മുടെ ചാക്കോച്ചൻ തൊട്ട് അസിഫ് ദുൽഖർ എല്ലാവരും ചേട്ടായി എന്നല്ലേ വിളിക്കേണ്ടത്. ചേട്ടായിസ് എന്നുള്ള മൂവിയിൽ 5 ഫ്രണ്ട്സിന്റെ കഥയാണ് പറയണത്. ബട്ട് ബിജു മേനന്റെ ലൈഫിൽ നിങ്ങൾ 4 ബ്രദേഴ്സ് ആണ്. ആൻഡ് ബിജു മേനൻ എത്ര പേരെ ചേട്ടായിസ് എന്ന് വിളിക്കും? ഈ 4 പേര് എന്റെ ചേട്ടായിസ് ആണ്. ഞാൻ ഏറ്റവും താഴെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഇവരെല്ലാം പരസ്പരം ഓർഡർ ചെയ്തോടെ ഏറ്റവും അവസാനം എന്നിലേക്കാണല്ലോ വരിക. എല്ലാ കാര്യം ഷർട്ട് അയൺ ചെയ്യലോട്ട്, ഷൂ പോളിഷിയിലോട്ട്, മൂത്താൾ തൊട്ട് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട അവസരം. ഏറ്റവും താഴെ ആയതുകൊണ്ട് ഞാൻ താഴെയായിട്ട് ജനിക്കരുതെന്ന് പറയില്ല. ഏറ്റവും താഴെയായിട്ട് ജനിച്ച ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. റിയൽ ലൈഫിൽ ഒരു അനുയായി സൈ ജനിച്ചു കഴിഞ്ഞാൽ അനുയായി ആയി മാറും. തീർച്ചയായും ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കാരണം എല്ലാം നമുക്ക് പഴയതേ കിട്ടുള്ളൂ, ഒരിക്കലും പുതിയത് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് 4 ചേട്ടായിസ് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? 4 ചേട്ടായിസില്ല, എന്റെ ഒരു ചേട്ടായി എനിക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു കാർ ഡ്രൈവ് ചെയ്തിട്ട് അത് ആക്സിഡന്റ് ആയത് എവിടെ? തൃശ്ശൂർ വെച്ചിട്ട് 800 രൂപയുടെ പണി വന്നു. അപ്പൊ അത് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു. 800 രൂപ വേറെ അന്നത്തെ 800 കൂട്ടാ അന്നത്തെ. അപ്പൊ ആ ഒരു വർക്ക് വന്നപ്പോൾ എന്റെ പൈസ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് തീരുമാനിക്കുകയും ഷെൽഫിൽ നിന്ന് അച്ഛന്റെ ചെക്ക് എടുത്ത് കീറുന്ന സമയത്ത് എന്റെ ബ്രദർ പെട്ടെന്ന് എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഷോക്ക്ഡ് ആയി. എന്താ നീ ചെയ്യണമെന്ന് ചോദിച്ചു. ഭയങ്കര ടെൻഷൻ ആയപ്പോൾ എനിക്ക് കണ്ടൊക്കെ ഞാൻ ചേട്ടൻ ആക്സിഡന്റ് ആയി, നിങ്ങൾക്ക് എത്ര പൈസ ആവശ്യം? അവന് ഓൾറെഡി 200 റുപ്പീസ് എന്റെ കയ്യിലുണ്ട്, ഇനി 600 ആവശ്യമുണ്ട്. എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അച്ഛൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് പറ്റിപ്പോട്ടെ, ഒരു മണി നീ ഒരു 1000 റുപ്പീസ് എഴുതാൻ. അതാണ് എന്റെ ചേട്ടൻ. എന്നിട്ട് അവൻ തന്നെ എന്നെ ബാങ്കിലും കൊണ്ട് നിർത്തി സെല്ലറിൽ നിന്ന് എടുക്കുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചാൽ പൈസ മേടിച്ചിട്ട് പോയി. അത്രയും റെസ്പോൺസിബിൾ ചേട്ടനുണ്ട് ശ്രീകുമാർ. സ്റ്റാർ ജാം കണക്കിന് ഏറുനോട്ടമിതെന്തിന് വെറുതെ ഏറ്റുപറഞ്ഞാൽ തീരൂലേ, ചെമ്പു കൂട്ടിയ തകിടുമിനുക്കി മിന്നുകൊടുത്തത് പുകിലായോ. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറുനോട്ടം എന്തിനു വെറുതെ ഏറ്റു പറഞ്ഞാൽ, അതായത് ചെറിയ ചെറിയ കുട്ടി പിണക്കങ്ങളും ഭാര്യയുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. എന്താണ് ഭാര്യയുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന 1-2 പ്രോബ്ലം? പ്രത്യേകിച്ച് ബിജു മേനൻ ഫേസ് ചെയ്യുന്ന 1-2 പ്രോബ്ലംസ്. ഞാൻ ബർത്ത്ഡേ മറക്കുക, വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ കൊച്ചു ആസ് യൂഷ്വൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കുണ്ടാവുന്ന പരിഭവങ്ങൾ. പിന്നെ അവളുടെ ബർത്ത്ഡേ ആണ്, അത് മറന്നുപോയി. നമ്മൾ വളരെ സില്ലി ആയിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ബർത്ത്ഡേക്കൊന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല എന്റെ ലൈഫിൽ അങ്ങനത്തെ ഏരിയകൾക്ക്. പക്ഷെ അവർക്കൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന, ഒരു ഗിഫ്റ്റ് കിട്ടുന്ന വലിയൊരു സന്തോഷമായിട്ട് കാണുന്നത്. കേരളത്തിലെ ഭർത്താക്കന്മാർക്ക് ബിജു മേനനുള്ള ഭർത്താവ് അനുഭവത്തിന്റെ എക്സ്പീരിയൻസിൽ കൊടുക്കുന്ന 1-2 ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തു വെക്കേണ്ട മുഹൂർത്തങ്ങൾ മറക്കാതിരിക്കുക, ചെറുതെങ്കിലും കൊച്ചു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറ്റം പറയുന്നവർക്ക് ഇഷ്ടമല്ല. ചെമ്പ് കൂട്ടിയ തകിട് മിനുക്കി മിന്നു കൊടുത്തത് പുകിലായ. താലി ചെമ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കുമല്ലോ. മിന്നു കെട്ടിയത് പുകിലായോ? അതാണ് എനിക്ക് ചോദിക്കാൻ. എന്റെ പുകിലല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ സോങ്ങിന്റെ പുറകിലെ കഥ പറയാമോ? അക്കോർഡിംഗ് ടു യു എന്താണ് ബിജു മേനനെ പാട്ട് പാടാൻ പ്രേരിപ്പിച്ച ഘടകം? ഒറ്റ ദിവസം നടക്കുന്ന കഥ. ഇപ്പൊ എല്ലാവരും ഒത്തുചേരലിൽ ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. അപ്പൊ നിങ്ങൾ തന്നെ പാടിയാൽ മതി, അത് നന്നായാലും ഇല്ലെങ്കിലും. ഇപ്പൊ ഒരു ഭയങ്കര ഒരു സോങ് ആയിട്ട് നിങ്ങൾ കാണണ്ട, എല്ലാവരും ഒരു സെലിബ്രേഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ തന്നെ പാടിയാൽ മതി എന്ന് പറയും. അതിനോട് കറക്റ്റ് സിറ്റുവേഷൻ വരികയും. ഇപ്പൊ ഞാനും ലാലുവാണ് അത് ലീഡ് ചെയ്യുന്ന ഒരു ഏരിയ. ദീപക് ദേവ് നല്ലൊരു ട്യൂൺ, അതിന് റെഫറൻസ് ഒരു ട്യൂൺ തരുകയും ചെയ്തു. ആൻഡ് ബിജു മേനൻ എന്ന പാട്ടുകാരനെ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ പോറാണ്, നിവൃത്തികേട് കൊണ്ട് പാടിപ്പോ. ഇപ്പൊ ഏതെങ്കിലും ഷോയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പേഷൻ രീതിയിൽ പാടേണ്ടി വരുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. Well, that's ബിജു മേനൻ with us. Unplugged ആയിട്ട് ബിജു മേനൻ ഇപ്പൊ പാടും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരികൾ. ഇങ്ങോട്ടെങ്ങനെ എങ്ങനെ പെണ്ണെ, അങ്ങോട്ടങ്ങനെ അങ്ങനെയുള്ളൂ, കപ്പല് പായും പോകും പിന്നെയും തുറകിടക്കും വെയിലോടും. ഇതൊരു പഴയ കോട്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും പിന്നെയും കപ്പലും പായും തുറയും കിടക്കും വെയിലും ഓടും. ഒരു ഗണ്ണ് കൊടുത്ത് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. എന്റെ കൂടെ ഉള്ളത് ബിജു മേനനാണ്. വെൽക്കം ബാക്ക് ചേട്ടായി. യെസ്. സോ ഇറ്റ്സ് ടൈം ഫോർ AK47.
ബിജുമേനെ കണ്ടാൽ ആദ്യം തോന്നുന്ന ചില സംശയങ്ങൾ. ഉത്തരം പറയുക. എത്ര കിലോ ഭാരമുണ്ട്? 92. എത്ര ഹൈറ്റ് ഉണ്ട്? നിവർന്നു നിന്നാ 6. എത്ര പ്രായമുണ്ട്? 41. എത്ര ശമ്പളം കിട്ടും? വലിയ തെറ്റില്ലാതെ എറണാകുളത്ത് 3 സെന്റ് പിടിക്കാം. ഒരു സിനിമ ഉണ്ട്. ഒരു MG റോഡല്ല, എറണാകുളം. അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. തടിയ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടം. പണ്ട് ഇത്തിരി അന്തസ്സും അഭിമാനവും പൈസയൊക്കെ വീട്ടിലെ ആൾക്കാരായിരുന്നു പണ്ട് തടിയാണ്ട്. ഞാൻ പണ്ട് തടിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പൈസയുള്ള വീട്ടിലെയും ഇത്തിരി അന്തസ്സുള്ള വീട്ടിലെ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ കപ്പാസിറ്റി ഉള്ള വീട്ടിലെ ആൾക്കാരെ പണ്ട് തടിച്ചിരിക്കുക എന്നുള്ളത്. 101 വെഡിങ്സ്. സ്വന്തം വെഡിങ്ങിന് ഞാനും ഒരുപാട് പൈസ പൊട്ടിച്ചു. വളരെ ഒരു സിമ്പിൾ മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. ഞാനും സംയുക്തയുടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് വലിയൊരു കല്യാണമായെന്നല്ലാതെ ലക്ഷറി ഒന്നും ഉണ്ടായിരുന്നില്ല. ബാച്ചലർ പാർട്ടി നടത്തി 3 ദിവസം മുമ്പ് നടത്തി. ഫിലിമിൽ ആരൊക്കെ വന്നു? ഫിലിമില് ഡ്രിങ്ക്സ് കഴിക്കുന്ന എല്ലാവരും. ലൈഫ് ഓഫ് പൈ. ബിജുമേനൻ സ്വന്തം ലൈഫ് സ്റ്റോറിക്ക് ഒരു പേരിടുകയാണെങ്കിൽ എന്തിടും? മിറർ. വൈ മിറർ? ഒരു ചോദ്യചിഹ്നമാണ് ആക്ച്വലി. കാരണം എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ആത്മഹത്യയിലുണ്ടാവും. അപ്പൊ അതൊരു മിറർ തന്നെയായിരിക്കും, എന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും. എഴുതോ? എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി സംയുക്ത എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എഴുത്തിലൊക്കെ. അതില് കീറിക്കളയേണ്ട ഏതെങ്കിലും ഏടുകൾ ഉണ്ടാവോ? കൂടുതൽ അതായിരിക്കും. വൈ? ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗേഴ്സ് എല്ലാം അല്പം ഫണ്ണിയാണ്, അല്പം കീറിക്കളയേണ്ട, കുറച്ചൊക്കെ കീറിക്കളേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. 1 വേർഡിൽ അല്ലെങ്കിൽ 1 ലൈനിൽ ഇഷ്ടമുള്ള റിയാക്ഷൻ പറയാം. ഓക്കെ. ഗൺസ് ബാൻ ചെയ്യണം. ഗേൾസ് ബാൻ ചെയ്യണം. ചുമ്മാ. ഗാഡ്ജറ്റ്സ് അധികം താല്പര്യമില്ല. എത്ര ഫോണുണ്ട്? 2 പൊളിറ്റിക്സ് ഐ ഹേറ്റ്. പൊളിറ്റിക്സ് ഒരു പൊളിട്രിക്സ് ആണ് ആക്ച്വലി. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ബഹളത്തിന്റെ ഒന്നും ആവശ്യമില്ല. മര്യാദയ്ക്കൊരു രാജ്യം നന്നാക്കണമെങ്കിൽ ഇത്രയൊന്നും ടെൻഷന്റെ കാര്യമൊന്നുമില്ല. ക്രിക്കറ്റ് ഐ ലവ്. ഐ ഡ്രിങ്ക് ക്രിക്കറ്റ്, ഐ ഈറ്റ് ക്രിക്കറ്റ്, ഐ വാക്ക് ആൻഡ് സ്ലീപ് വിത്ത് ക്രിക്കറ്റ്. സിനിമ മൈ പാഷൻ. എന്റെ ജീവിതം തന്നെ ഇപ്പൊ സിനിമയാണ്. ചേട്ടായിസ് ഫിലിം റിലീസായി. സംയുക്ത വർമ്മ ബിജുമേനെ വിളിക്കുന്നത് എന്ത്? ഏട്ടാ, ചേട്ടാ, ചേട്ടായി. പല വിളികളാണ്. ചിലപ്പോ ബിജു എന്ന് വിളിക്കും, ചിലപ്പോ ബിജു ചേട്ടാന്ന് വിളിക്കും, ചിലപ്പോ ചേട്ടാന്ന് വിളിക്കും. എന്റെ കൂടെ ഉണ്ട് ബിജുമേൻ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. It's time for AK-47. Ready to shoot? Definitely. AK-47. 2012 ബെസ്റ്റ് മൂവി ഡാഷ് ആണ്. ഇനിയും ഇറങ്ങാനില്ലേ ഒരുപാട് ചിത്രങ്ങൾ. തൽക്കാലം നമുക്ക് ചേട്ടായിസ് കൂട്ടാം. 2012 ബെസ്റ്റ് സോങ് ഡാഷ് ആണ്. ഡയമണ്ട് നെക്ലസിലെ നീലാമലരേ നീലാമലരേ. 10ാം ക്ലാസ്സിൽ എനിക്ക് ഡാഷ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഡാഷ് ഗ്രൂപ്പ് ആയിരുന്നു. 4th ഗ്രൂപ്പ് ആയിരുന്നു കൊമേഴ്സ്. പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഡാഷ് ക്ലാസ് കിട്ടി. പൊട്ടിപ്പോയി ഞാൻ. ആണോ? ഫസ്റ്റ് ചാൻസിൽ പൊട്ടിപ്പോയി. പിന്നെ എന്തേ പൊട്ടാൻ? എന്ത് പഠിച്ചില്ല. ഉഴപ്പായിരുന്നു. കാരണം നമ്മള് 10th കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഭയങ്കര വലിയൊരു ഫ്രീഡം അല്ലേ അന്നൊക്കെ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ. എന്നിട്ട് അന്ന് കാണിച്ചു കൂട്ടിയ ഒരു ഉഴപ്പിന്റെ കഥ ഉണ്ടോ? അന്ന് നമുക്ക് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ബൈക്ക് കിട്ടുക. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൊണ്ട് ഒരുപാട് യാത്രകളും, അപ്പോൾ ഒരുപാട് ക്ലാസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറ്റൻഷൻ ഷോർട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. തല്ലിന് ഞാൻ ഇല്ല, തല്ലിന്റെ ഒരു ഭാഗം ഞാനായിരുന്നില്ല. ഞാൻ കൂടുതലും അല്ലാത്ത ഫണ്ണുകൾ ഉണ്ടായിരുന്നു. അടി ബഹളം ഞാൻ കുറച്ച് പറയുമോ എനിക്ക് കുറവായിരുന്നു. പക്ഷെ തിരിച്ചറിയാത്ത ഒരുപാട് പ്രണയങ്ങൾ കോഴ്സ് കഴിയുമ്പോഴായിരുന്നു മനസ്സിലായത്. ഷിപ്പിംഗ് ലേറ്റ് ആയി പോയപ്പോഴേക്കും. അന്ന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ബിജുമേനൻ ഒരു ഹോട്ട് ഷോട്ടായി മാറിയത്. എന്തായാലും പക്ഷെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പ്രണയം ഭയങ്കര നൊമ്പരാണെന്ന് പറയില്ല. ഇപ്പൊ നമ്മളെ ഒരുപാട് വേറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള പറയുന്നത്. നമ്മൾ വേറെ നമ്മളെ ഫ്രണ്ട്സിനെ തിരക്കിട്ട് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് പലതും. സിനിമയിൽ കടം വേണമെങ്കിൽ ഞാൻ ആദ്യം ഡാഷിനോട് ചോദിക്കും. കടമണി ഞാൻ ദിലീപിനോട് ചോദിക്കും ആദ്യമായിട്ട്. ദിലീപല്ലേ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പൈസക്കാരൻ. ഡാഷ് ആണ് സിനിമയിലെ എന്റെ ബെസ്റ്റ് ഗ്ലാസ് മേറ്റ്. ഒരുപാട് പേരുണ്ട്. തക്കാളി ഫിലിംസിലെ എന്റെ പാർട്ട്നേഴ്സാണ് ഇപ്പോഴത്തെ ഏറ്റവും എന്റെ ഗ്ലാസ് മേറ്റ്സ്. വ്യത്യാസം പറയുക. ഒരു പാലക്കാടുകാരനും തൃശ്ശൂരുകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പാലക്കാട് ഭാഷയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു പുതിയ എക്സാഗ്രേഷൻ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. എല്ലാത്തിനും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ചെറിയൊരു എക്സാഗ്രേഷൻ ഉണ്ട്. അപ്പൊ തൃശ്ശൂർ ഭാഷയിൽ അധികം ഇല്ല. തൃശ്ശൂർ ഭാഷയിൽ ചെറിയൊരു പുച്ഛമുണ്ട്. തൃശ്ശൂർ ഭാഷയ്ക്ക് ചെറിയൊരു പുച്ഛം. പക്ഷെ പാലക്കാട് ഭാഷയ്ക്ക് അതില്ല. കുറച്ചും കൂടെ ഒരു നിഷ്കളങ്കത്വം ഉണ്ട്. പക്ഷെ ഭയങ്കര അതിഭാവത്വം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഒരു വരി പാലക്കാട് ഭാഷയിൽ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? തൃശ്ശൂർ ഭാഷയിൽ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒറ്റ അക്ഷരം മതിയില്ല. നമ്മളൊരു സാധനം കിട്ടിയാൽ ഓ എന്ന് പറയും, മറ്റൊരു ഓ. ആ ഒരു വ്യത്യാസം തന്നെ ഉണ്ട്, ഒരു അക്ഷരത്തിൽ തന്നെ ഉണ്ട്. തൃശ്ശൂർ ഭാഷയിൽ ഞാൻ ബിജുമേനാണെന്ന് പറയാം, പാലക്കാട് ഭാഷയിൽ ഞാൻ ബിജുമേനാണെന്ന് പറയാം. എങ്ങനെ പറയാം? തൃശ്ശൂർ ഭാഷയിൽ ഞാൻ ബിജുമേനാണ്, ഞാൻ ബിജുമേനാണ്. ഇതാണ് എന്റെ വ്യത്യാസം. ടൺ കണക്കിന്